നമസ്കാരം. കേരള ന്യൂസ് 60 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾ ലൈവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉടലെടുത്തിരിക്കുകയാണ്. കുട്ടികൾ സൂംബ ഡാൻസ് കളിക്കുന്നത് എന്തോ വലിയ തെറ്റാണ്, എന്തോ വലിയ അപരാധമാണ് എന്ന രീതിയിലൊക്കെയാണ് ചില കോണുകളിൽ നിന്ന് ചില പ്രതികരണങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും അത്തരം സൂംബ ഡാൻസിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള, അതിൽ വർഗീയത കലർത്തുന്ന ഒരു വിഭാഗത്തിനെതിരെ KT ജലീലും രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്ക് തക്കതായിട്ടുള്ള ഒരു മറുപടി എന്തായാലും KT ജലീൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാനൊന്ന് വായിക്കാം. സാംബയല്ല സൂംബ. അമിത മതവൽക്കരണവാദം ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഏത് മത വിഭാഗത്തിനിടയിലാണെങ്കിലും വലിയ അപകടം ചെയ്യും. മുസ്ലിം ലീഗ് പോലുള്ള മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അത്തരം അബദ്ധങ്ങൾ എഴുന്നള്ളിക്കുന്നതിന് ഒരു കാരണവശാലും ചൂട്ടുപിടിക്കരുത്. ദൗർഭാഗ്യവശാൽ ഇത്തരം ഗൂഢശക്തികളെ ഒളിഞ്ഞും തെളിഞ്ഞും ലീഗ് സഹായിക്കുകയാണ്. എല്ലാ പൊതുവിദ്യാലയങ്ങളിലും മാന്യമായ ഡ്രസ് കോഡാണ് നിലവിലുള്ളത്. യൂണിഫോം ഇല്ലാത്ത സ്കൂളുകൾ ഇല്ലെന്ന് തന്നെ പറയാം. ഇടതുപക്ഷ സർക്കാരിൽ തൊട്ടതിലും പിടിച്ചതിലുമൊക്കെ മുസ്ലിം വിരുദ്ധതയുടെ ചാപ്പകുത്താൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് ചില ലീഗ് സ്പോൺസേഡ് മതസംഘടനകൾ. സാംബ എന്താണെന്നോ സൂംബ എന്താണെന്നോ പ്രാഥമികമായി മനസ്സിലാക്കുക പോലും ചെയ്യാതെ ചില മുറിവൈദ്യൻ പണ്ഡിതന്മാർ നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ മുസ്ലിം സമുദായത്തെ ഇതര മതസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനേ ഉപകരിക്കൂ. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഒരു പരിപാടി എന്ന നിലയിലാണ് സംഗീതം പശ്ചാത്തലമാക്കിയുള്ള സൂംബ കുട്ടികളെ പരിശീലിപ്പിക്കാൻ അധികൃതർ സർക്കുലർ ഇറക്കിയത്. അല്ലാതെ എല്ലാ ദിവസവും സൂംബ നൃത്തം നിർബന്ധമായും ചെയ്യണമെന്ന നിലയ്ക്കല്ല. എന്നാൽ സ്കൂൾ പാഠ്യപദ്ധതിയിൽ സൂംബ ഉൾപ്പെടുത്തി എന്ന മട്ടിലാണ് തീർത്തും വക്രീകരിച്ച് ലീഗും തൽപര കക്ഷികളും മുസ്ലിം സമുദായത്തിനകത്ത് കുപ്രചരണങ്ങൾ നടത്തുന്നത്. പൊതുവിദ്യാഭ്യാസം നാട്ടിലുണ്ടാക്കിയ മതനിരപേക്ഷ മൂല്യങ്ങളിൽ എല്ലാ മതവിഭാഗങ്ങളിലെയും തീവ്ര ചിന്താഗതിക്കാർക്ക് ഒട്ടും രസിച്ചിട്ടില്ല. വിവിധ സമുദായ മാനേജ്മെന്റ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് കുട്ടികളാണ് കഴിഞ്ഞ 6-7 വർഷത്തിനുള്ളിൽ പൊതുവിദ്യാലയങ്ങളിൽ എത്തിയത്. അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ നടത്തി തന്നിഷ്ടപ്രകാരം കുട്ടികളെ വാർത്തെടുക്കാൻ പദ്ധതിയിട്ടവരെ ഇത് കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് സർക്കാർ എയ്ഡഡ് മേഖലയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ. ഈ പ്രതിലോമ ചിന്തയ്ക്ക് പ്രചാരം നൽകാൻ മുൻപന്തിയിൽ നിന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇപ്പോഴിതാ മുജാഹിദ് വിസ്ഡം ഗ്രൂപ്പും ആ വഴിക്ക് വന്നിരിക്കുന്നു. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സാധാരണക്കാരുടെ മക്കൾ വിദ്യ നേടി നന്നാവരുതെന്ന വാശിയല്ലാതെ മറ്റെന്താണ് സൂംബയെ എതിർക്കുന്നവർക്ക് ഉള്ളത്? കായിക അധ്യാപകരെ നിയമിച്ച് ഡ്രില്ലിന് അവസരമൊരുക്കുകയാണ് വേണ്ടതെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചവരോട് ഒരു മറുചോദ്യം. പുരുഷൻ കായികാധ്യാപകനായി നിയമിതനായാൽ അയാളുടെ കീഴിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പെൺകുട്ടികൾ എങ്ങനെ പോകും എന്നാകില്ലേ നിങ്ങളുടെ അടുത്ത ചോദ്യം. യുവജനോത്സവത്തിലെ നൃത്ത സംഗീത മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് എതിർക്കപ്പെട്ട ഒരു കാലം കഴിഞ്ഞുപോയത് ആരും മറന്നിട്ടുണ്ടാകില്ല. സിനിമ നിക്ഷിപ്തമാണെന്ന് പ്രചരിപ്പിക്കപ്പെട്ടതും വിസ്മരിക്കാനാവില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ക്ലാസ്സിൽ മറയില്ലാതെ ഇരുന്ന് പഠിക്കുന്നത് മതവിരുദ്ധമായി വ്യാഖ്യാനിക്കാൻ തിടുക്കം കാണിച്ചവരും ഇവിടെ ജീവിച്ചിരിക്കുന്നു. കാലത്തിന്റെ കുലംകുത്തി ഒഴുക്കിൽ എല്ലാ അബദ്ധ ധാരണകളും ഒലിച്ചുപോയി. ജമാഅത്തെ ഇസ്ലാമിയുടെ രഹസ്യ വ്യായാമ കൂട്ടായ്മയായി രൂപപ്പെട്ടു വന്ന മെക്ക് 7ന്റെ സംഗീതം ചേർത്തുള്ള പരിഷ്കൃത രൂപമായി കണ്ടാൽ പോരെ സൂംബ എന്ന വ്യായാമ മുറയെ. അടിവസ്ത്ര സമാനമായ വേഷമിട്ട് ആടിപ്പാടുന്നതല്ല അതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും യാതൊരു വിസ്തവും തൊട്ടു തീണ്ടിട്ടില്ലാത്തവർക്ക് ഉണ്ടാകാതെ പോയത് പരമ കഷ്ടമാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ആരാധകർ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആടിയും പാടിയും തിമിർക്കുന്നതല്ല സൂംബ, അത് സാംബയാണ്. സൂംബ സാംബയാണെന്ന് ധരിച്ചാണ് വർഗീയ ധ്രുവീകരണത്തിന് കളമൊരുക്കിയ പ്രസ്താവനയ്ക്ക് ആധാരം. മിതവാദികളും യഥാർത്ഥ സലഫികളുമായ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന അധ്യക്ഷൻ അബ്ദുള്ള കോയ മദനി സാഹിബ് വിസ്ഡത്തിന്റെ തലയില്ലാത്ത അഭിപ്രായത്തെ തള്ളിപ്പറഞ്ഞത് സ്വാഗതാർഹമാണ്. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഷൈഖുന AP അബൂബക്കർ മുസ്ലിയാരും സ്വീകരിച്ച വിവേകപൂർണമായ മൗനവും പ്രശംസനീയമാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഇന്ന് നടത്തിയ ഉശ്രൻ പ്രസ്താവനയ്ക്ക് മലയാളികൾ ഒരു കുതിരപ്പോൻ സമ്മാനിക്കും ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ കട്ടപ്പന സബ് ജില്ല സൂംബ ഡാൻസ് അധ്യാപക പരിശീലനത്തിന്റെ ഒരു വീഡിയോ കൂടി എന്തായാലും KT ജലീൽ പങ്കുവച്ചിട്ടുണ്ട്. നോക്കൂ, സ്കൂളുകളിൽ നിർബന്ധമായും ഇത് ചെയ്യണമെന്ന് ആരും അടിച്ചേൽപ്പിക്കുന്നില്ല. എന്നിട്ടും ഇതൊരു വലിയ രീതിയിൽ വിവാദമാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പറ്റം ആളുകൾ രംഗത്തേക്ക് വന്ന് അതിൽ വർഗീയത കലർത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഭയപ്പെടണം.
അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നോക്കൂ, നമ്മുടെ കേരളത്തിൽ അതായത് വർഗീയതയുടെ വിത്ത് വാരി വിതറാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പുകളിൽ പോലും വർഗീയത നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ചില പാർട്ടികളൊക്കെ വർഗീയതയുമായി വർഗീയ കക്ഷികളുമായും ഒക്കെ കൂട്ടുപിടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കാൻ വേണ്ടിയാണ്. വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെ, ഒരു പാർട്ടിയെ തകർത്താൽ മാത്രമാണ് വർഗീയത തഴച്ചു വളരൂ എന്ന് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായി ഇവിടെ എന്ത് നടപ്പിലാക്കിയാലും അതിൽ വർഗീയത കൊണ്ടുവന്ന് അതിൽ വർഗീയതയൊക്കെ പുരട്ടി അതിവിടെ ചർച്ച ചെയ്യിപ്പിച്ച് ഒരു വിഭാഗത്തെ ഇളക്കി വിട്ടുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമം നടത്തുമ്പോഴും അത്തരം വിഷയങ്ങളിലൊക്കെ വ്യക്തത വരുത്തിക്കൊണ്ട് സംസാരിക്കാൻ ഇവിടെ KT ജലീലുമാർ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്, ഒരു ആശ്വാസമാണ് എന്ന കാര്യം കൂടി എടുത്തു പറയുകയാണ്. മാത്രമല്ല, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സർക്കുലറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഇത് നിർബന്ധമായി നടപ്പിലാക്കണമെന്നൊന്നും പറയുന്നില്ല. വ്യക്തമായി പറയുന്നത് എന്താണ്? അതായത് വേണമെങ്കിൽ, അതായത് ഇതിന് താല്പര്യമില്ലാത്ത ആളുകളെ ഒന്നും നിർബന്ധിക്കരുത്, ആവശ്യമുള്ള ആളുകൾ ചെയ്യട്ടെ എന്ന രീതിയിലാണ് അത് പറയുന്നത്. എന്നിട്ട് പോലും ആ വിഷയത്തിൽ അന്തിച്ചർച്ച പോലും നടത്താൻ ഇവിടെ ചില മാധ്യമങ്ങൾ എന്നല്ല, ഭൂരിഭാഗം മാധ്യമങ്ങളും തയ്യാറായി എന്നുള്ളതാണ്. എന്തിന്റെ പേരിലാണ് അങ്ങനെ ഒരു അന്തിച്ചർച്ച നടത്തുന്നത്? എന്തിന്റെ പേരിലാണ് ഇത് വിവാദമാക്കുന്നത്? ഒരു കഴമ്പുമില്ലാത്തൊരു കാര്യത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള രീതിയിൽ ഊതിപ്പെരുപ്പിച്ച് മാധ്യമങ്ങളും ഇവിടെ അത്തരം ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള വർഗീയതയൊക്കെ വാരി വിതറാൻ കുറെ വർഗീയ ടീമുകളെയും വർഗീയവാദികളെയും വിളിച്ചിരുത്തി ഇവിടെ അവർക്ക് വേണ്ടി പ്ലാറ്റ്ഫോം ഒരുക്കുമ്പോൾ നിങ്ങൾ സത്യത്തിൽ ചെയ്യുന്നത് മാധ്യമപ്രവർത്തനമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ വലിയ രീതിയിൽ തന്നെ ഒരു വർഗീയതയ്ക്ക് തീ കൊടുക്കാൻ വേണ്ടി പെട്രോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ, അത് ആളിക്കത്തുമ്പോൾ അത് നമ്മുടെ കേരളത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കും എന്നുള്ള കാര്യം മറക്കണ്ട. എന്തായാലും മന്ത്രി V ശിവൻകുട്ടിയുടെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം കൂടി നമുക്കൊന്ന് കണ്ടു കളയാം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എറോബിക്സ്, യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേറ്റാൽ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ്. സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. RTE പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. കോണ്ടാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അധ്യാപകൻ ബാധ്യത ഉണ്ട്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഹൃദയ ശ്വസനക്ഷമത, പേശിശക്തി, പേശിക്ഷമത, ശരീരാനുപാതം തുടങ്ങിയവയാണ് ആരോഗ്യ സംബന്ധമായ കായികക്ഷമത ഘടകങ്ങൾ. ഇവ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കരസ്ഥമാക്കിയിരിക്കുക എന്നതാണ് പൊതുവിലുള്ള ലക്ഷ്യം. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ട നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ്.